സ്വാമി ശരണം. സർവപാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മക്കുളം എന്നാണ് വിശ്വാസം. അതിന് പ്രാധാന്യമേറെയാണ്. ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയന പ്രദക്ഷിണം ഭസ്മക്കുളത്തിൽ മുങ്ങി തോർത്താതെ വന്നാണ് നടത്തുന്നത്. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവാണ് ഉള്ളത്. ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരും ഉണ്ട്. 18 വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വെക്കുന്നത്. என் பேர் ஸ்ரீனிவாசன். கர்நாடகாவிலிருந்து வரோம். மைசூர். நாங்கள் 2004 வந்துருக்கோம் சாமி. இப்போ இந்த வருஷத்தோட 18வது வருஷம். இப்போ தென்னை மரம் வச்சுட்டு போகிறோம். இப்போது நாங்கள் ஒரு 18 வருஷமாக வரங்காட்டி எங்களுக்கு பரவாயில்லைங்க, நல்லா இருக்குது. அதனால் 18வது வருஷமாச்சு. அதனால் கொண்டாந்து தென்னை மரம் வச்சுட்டு போகிறோம் சாமி. എൻ്റെ ഒരു പ്രവീൺ, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഇരുമുടിത്താണ്ടും കയറ്റി 18 മടി കയറി അയ്യപ്പന്റെ ദർശനം കഴിഞ്ഞ് ഇവിടെ ഭസ്മക്കുളത്തിൽ കുളിക്കാൻ വന്നു. കുളിച്ചതിന് ശേഷം നെയ്യഭിഷേകം കഴിഞ്ഞ് നമ്മൾ പ്രസാദവും മേടിച്ച് തിരിച്ചു പോകുന്നു. ಕನ್ಯಾಸ್ವಾಮಿ ಸ್ನಾನ ಮಾಡುವ ಸ್ಥಳ. ಸ್ವಾಮಿ ಸ್ನಾನ ಮಾಡಿದ ಮೇಲೆ ಕನ್ಯಾಸ್ವಾಮಿಗಳು ಸ್ನಾನ ಮಾಡಬೇಕು. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ. ಸ್ವಾಮಿ ಕನ್ಯಾಸ್ವಾಮಿ ಕೊಳದಲ್ಲಿ ಅಪ್ಪಚ್ಚಿ ಕೊಳದಲ್ಲಿ ಸ್ನಾನ ಮಾಡಬೇಕು. ಭಸ್ಮ ಕೊಳದಲ್ಲಿ ಸ್ನಾನ ಮಾಡಬೇಕು. തപസ്വിനിയും കന്യകയുമായിരുന്ന ശബരി യാഗ അഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണ് എന്ന് കരുതപ്പെടുന്നത്. സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന വിശ്വാസവും ഉണ്ട്. ഞങ്ങൾ ശബരിമല ദർശനത്തിന് വന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ല ദേശമംഗലം പഞ്ചായത്തിൽ നിന്ന്. നമ്മൾ ഭഗവാനെ അയ്യപ്പനെ കാണാൻ വന്ന് 24 പേരുണ്ട്. ഗുരുസ്വാമിയായിട്ട് 29 വർഷമായി. ഞങ്ങൾ കൂട്ടുകുടുംബം കൂട്ടുകാർ എല്ലാവരും കൂടിയാണ് വന്നേക്കുന്നത്. ഇവിടെ കുഞ്ഞുസ്വാമി കൂറുണ്ട്, കന്നിസ്വാമിയാണ്. ഇപ്പോൾ ദർശനം ഇവിടെ വന്ന് പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഭസ്മക്കുളത്തിൽ മുങ്ങുന്നത്. ഭസ്മക്കുളത്തിൽ മുങ്ങിയുള്ള ശയന പ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നമുക്ക് നടത്താമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ട്. ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് അതിനുള്ള അവസരം. ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുത് എന്നും വസ്ത്രം ഉപേക്ഷിക്കരുത് എന്നും കൃത്യമായ നിബന്ധനകളുണ്ട്. കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കുകയും ചെയ്യരുത്.